നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നതെന്ന കാര്യം ഉറപ്പാണ്. പുറത്തുവന്ന സർവേകളിൽ നിന്നും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്ന വിധത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശശി തരൂരിന്റെ പ്രചരണത്തിലാകട്ടെ വീഴ്ചകൾ ഉണ്ടായി താനും. എന്തായാലും മത്സരം മുറുകിയതോടെ കോൺഗ്രസ് തിരുവനന്തപുരത്ത് കളി മാറ്റുകയാണ്. മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കുമ്മനത്തിന് ലഭിച്ച ഇമേജിനെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് എന്ന നിലയിൽ കുമ്മനത്തിന്റെ പഴയകാല പ്രവൃത്തികൾ ഓർമ്മപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും BJP MP ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ദേശീയ ഇമേജിന് തന്നെ കോട്ടമുണ്ടാക്കുന്ന കാര്യമാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് ജില്ലാ നേതാക്കൾക്ക് AICC-യുടെയും KPCC പ്രസിഡന്റിന്റെയും കർശന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ സംസാരിക്കാൻ BJP നേതാക്കളുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളെ തന്നെ കളത്തിലിറക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തു നിന്നും തങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുക എന്ന പല രീതിയിൽ പ്രചരിപ്പിക്കാൻ BJP-യും സംഘപരിവാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കർശനമായി തടയണം. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാനും AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. നിലയ്ക്കൽ മാറാട് വിഷയങ്ങൾ ഉയർത്തി കുമ്മനത്തിന്റെ തീവ്ര വർഗീയ നിലപാട് ശക്തമായി പ്രചരിപ്പിക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പള്ളി തന്നെ കുമ്മനത്തിനെതിരെ രംഗത്തെത്തിയത് മൃദു സമീപനം വെടിയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്. നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലം കമ്മിറ്റികൾ എല്ലാ ദിവസവും AICC നിരീക്ഷകനും KPCC-ക്കും റിപ്പോർട്ട് നൽകണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ട്. തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ നേട്ടമുണ്ടാക്കാമെന്നാണ് BJP കരുതുന്നതെന്ന് യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. ശബരിമല വിഷയം BJP ഉന്നയിച്ചാൽ അതിനെ ശക്തമായി തന്നെ നേരിടണമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. മണ്ഡലത്തിലെ സമുദായ നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. മൊത്തത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമുണ്ട്. അതില്ലാതാക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. AICC നിയോഗിച്ച പ്രത്യേക നിരീക്ഷകൻ നാനാ പട്ടോളി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തരൂരിനെ BJP പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക നിരീക്ഷകനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. 1979 വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റും 1981 കാലത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു കുമ്മനം രാജശേഖരൻ. ഇദ്ദേഹത്തെ RSS പ്രവർത്തകർ വിളിക്കുന്നത് തന്നെ നിലയ്ക്കൽ സമരനായകൻ എന്നാണ്. ഹിന്ദു ക്രിസ്ത്യൻ പോരാട്ടം എന്ന വിധത്തിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എത്തിച്ചത് കുമ്മനത്തിന്റെ ഇടപെടലിലൂടെയാണ്. അക്കാലത്ത് തീവ്ര നിലപാടുകാരനായ നേതാവായിരുന്നു കുമ്മനം രാജശേഖരൻ. ഇക്കാര്യമെല്ലാം എണ്ണിപ്പറഞ്ഞും BJP-യുടെ അപകടകരമായ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കാനുമാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. കടുത്ത വർഗീയ നിലപാടുകാരായി പൊതുവെ അറിയപ്പെടുമ്പോഴും രാഷ്ട്രീയ എതിരാളികളോട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് കുമ്മനത്തിന്റെ ഇടപെടൽ. ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരം മാറ്റി നിർത്തിയാൽ കുമ്മനം നയിച്ച എല്ലാ സമരങ്ങളിലും വർഗീയതയുടെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും കാർഡുകളാണ് എറിയുന്നത്. രണ്ടാം മാറാട് കലാപത്തിൽ കൊലക്കത്തിക്കിരയായവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നേടിയെടുക്കുന്നതുവരെയും കടുത്ത നിലപാടായിരുന്നു കുമ്മനം സ്വീകരിച്ചിരുന്നത്. G. സുധാകരനും VM സുധീരനുമൊപ്പം ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത കുമ്മനം തീവ്ര ഹിന്ദുത്വവാദി എന്ന ലേബലിൽ നിന്നും പൊതു സ്വീകാര്യതയിലേക്ക് ഉയർന്നു. ആരെയും പിണക്കാൻ ഇഷ്ടപ്പെടാത്ത കുമ്മനം RSS-കാരുടെ പ്രിയങ്കരനാണ്. അന്ന് കുമ്മനത്തിനൊപ്പം തോൾ ചേർന്നു പ്രവർത്തിച്ച നേതാക്കളെ തന്നെ ഇപ്പോൾ തരൂരിനു വേണ്ടി കളത്തിലിറക്കാനാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെ തീരുമാനം. മറുനാടൻ TV, തിരുവനന്തപുരം.